തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നേതൃത്വത്തെ തിരുത്തിയത് KN ബാലഗോപാലും P രാജീവും M സ്വരാജും എന്ന് സൂചന. അണികളെ മനസ്സിലാക്കി വേണം നേതൃത്വം മുന്നോട്ട് പോകാനെന്ന് നേതാക്കൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പറഞ്ഞു. താഴെത്തട്ടിൽ നിന്നുള്ള പരിശോധന വേണമെന്ന നിർദ്ദേശവും ഈ നേതാക്കളുടേതാണ്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായിട്ട്. ഷഫീദ്, രൂക്ഷമായ വിമർശനം നേതൃത്വത്തിനെതിരെ ഉയർന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ചർച്ചകളിൽ എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ആ വിമർശനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകൾ KN ബാലഗോപാലും P രാജീവും M സ്വരാജുമാണോ? എന്തായിരുന്നു അവർ ഉയർത്തിയ വിമർശനങ്ങൾ? തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPM-ൽ വലിയ ചർച്ചയായതാണ് പാർട്ടി നേതൃമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം 13 മണിക്കൂറാണ് ചേർന്നത്. മാത്രമല്ല, പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി ഇനി എങ്ങനെ മാറണം, എന്തൊക്കെ തരത്തിൽ തിരുത്തൽ നടത്തണമെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഈ യോഗത്തിൽ അഭിപ്രായമുയർന്നിരുന്നു. ഇപ്പോൾ വരുന്ന പുതിയ വിവരമനുസരിച്ച് ഈ നേതൃത്വത്തെ തിരുത്തിയത് KN ബാലഗോപാലും P രാജീവും M സ്വരാജും. അതായത് രണ്ടാം നിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇന്നലത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നേതൃത്വത്തെ തിരുത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അണികളെ മനസ്സിലാക്കി വേണം നേതൃത്വം മുന്നോട്ട് പോകാനെന്ന് 3 നേതാക്കളും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അറിയിച്ചു. തോൽവിയുടെ ഗൗരവം പാർട്ടി നേതൃത്വം മനസ്സിലാക്കണമെന്നും രണ്ടാം നിര നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ താഴേത്തട്ടിൽ നിന്നുള്ള പരിശോധന വേണമെന്ന നിർദ്ദേശവും ഈ 3 പേരുമാണ് മുന്നോട്ട് വെച്ചത്. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ തലമുറ മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ വലിയ ചർച്ചയാകുന്നതിനിടെയാണ് പാർട്ടി നേതൃത്വത്തിലുണ്ടായിരിക്കുന്ന പിശകുകൾ, സംഭവിക്കുന്ന വീഴ്ചകൾ അത് രണ്ടാം നിര നേതാക്കൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന എന്ന അസാധാരണമായ ഒരു സാഹചര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ LDF യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. LDF യോഗത്തിലും ഉയരുന്ന അഭിപ്രായത്തിനനുസരിച്ചായിരിക്കും CPM-ലും LDF-ലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ശരി ഷഫീദ്, വിദ്വേഷ പരാമർശങ്ങളിൽ വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാത്തതിൽ പിണറായി വിജയനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി വിമർശനമുണ്ടായി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഉണ്ടായ പരാമർശങ്ങളും എതിരാളികളുടെ പ്രചരണത്തിന് ആക്കം കൂട്ടിയെന്ന വിമർശനവും ഉയർന്നു. ഇതിനിടെ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിൽ പാർട്ടി അംഗങ്ങൾക്ക് തുറന്നടിച്ച് അഭിപ്രായം പറയാൻ അവസരമൊരുക്കുമെന്ന് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചു. അസാധാരണമായ ഒരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അസാധാരണമായ തരത്തിൽ സംഘടന ഒട്ടാകെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പല തലങ്ങളിൽ യോഗം ചേരാൻ പോവുകയാണ്. നേതൃത്വ തലങ്ങളിൽ നിന്നും പങ്കെടുക്കുന്ന സഖാക്കൾ പാർട്ടി കമ്മിറ്റിയിലെ സഖാക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം തുറന്നടിച്ച് നിങ്ങൾക്ക് പറയാം. സഖാക്കൾ പറയുമ്പോൾ ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾ ഉണ്ടായിക്കൂടാ. ക്ഷമാപൂർവ്വം സഖാക്കൾക്ക് പറയാനുള്ളത് മുഴുവൻ പറയാൻ സമയം കൊടുത്ത് ചർച്ച നടത്തണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.